ഭാഗ്യമായിട്ടായി കാണുന്നത്. ഒത്തിരി വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ള നിങ്ങളോട് ഞാൻ നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട്. അപ്പൊ ഇന്ന് രാമേട്ടൻ എന്നോട് വിളിച്ചിട്ട് ഇന്ന് അദ്ദേഹത്തോട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വരെ ക്ലീൻ ഹൗസ് എന്നുള്ള ആ ഭാഗമൊക്കെ പറഞ്ഞിട്ട് നിൽക്കാറുണ്ട്. പിന്നീട് മുമ്പോട്ടുള്ള എനിക്ക് ഇന്ന് വിളിച്ചപ്പോഴാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കേണ്ടെന്നുള്ള ഒരു രാമേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്തെങ്കിലും. അപ്പൊ അന്നേരം ഒരു ആശയം വന്നാണ് ജനുവരി മാസമാണ് നമുക്ക് പടികൾ കൂടി ഒന്ന് മറ്റേ ബിഗ് ബുക്ക് നമ്മൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ സ്റ്റഡി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ബുക്കുകൾ കൂടിയുള്ള അതിന് കൂടുതൽ ആ ബുക്കിനെ എടുത്തുകൊണ്ട് ബിഗ് ബുക്കിനെ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങളും ഒരു പഠനമായിട്ട് ഇതിനെ കാണാറുണ്ട്. എനിക്കിത് ഒന്നാമത് പ്രസംഗിക്കാൻ അറിയത്തില്ലാത്ത ആളാണ്, പ്രഭാഷണം നടത്താൻ അറിയത്തില്ല. എന്റെ അനുഭവങ്ങൾ എന്റെ സ്പോൺസേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പുതുവത്സരത്തില് ആശംസകൾ നേരുന്നു. സോ ഒരു കോള് വന്നു, അതുകൊണ്ട് അതിടയ്ക്ക് ഒരു കോള് ഫ്ലോ അങ്ങ് പോകും. എനിവേ ഒത്തിരി സന്തോഷം. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത് ഈ ജനുവരിയില് എനിക്ക് മൂന്നാല് വ്യാഴാഴ്ചകൾ വരെ എനിക്ക് ഒരു ദിവസം കൊണ്ട് ഇത് ഒന്നാമത്തെ പടി എടുക്കുന്നില്ല. അപ്പൊ രാമേട്ടൻ പറഞ്ഞ സമയം എത്ര മണിക്ക് എടുത്തോളാം പറഞ്ഞു. അപ്പൊ നമുക്ക് കഴിയുന്നതും എനിക്കറിയത്തില്ല എത്ര നാള് എന്റെ ആരോഗ്യമൊക്കെ ഒത്തിരി മോശം, മനസ്സിലായില്ല. അപ്പൊ എന്നാൽ പോകുന്നിടത്തോളം നാള് നമുക്ക് ഓരോ മാസം ഓരോ പടിയായിട്ട് എടുത്തിട്ട് 1-2 ആഴ്ചകളും ഇടയ്ക്ക് ഒരു ടോപ്പിക്കായിട്ട് അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒന്നാമത്തെ പടിയാണ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പടികളും ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഒന്നാമത്തെ പടി ക്ലിയർ ആയാൽ മാത്രമല്ലേ നമുക്ക് 2ാമതിലേക്ക് പോകുള്ളൂ, 3ലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഈ ഒന്നാമത്തെ പടിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പോരാത്തതിന് എല്ലാവർക്കും അറിയാം ബിഗ് ബുക്കിൽ ഏറ്റവും കൂടുതൽ പേജുകൾ എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ പടിക്ക് തന്നെയാണ്. എൻ്റെ 51 പേജൊക്കെ ഉണ്ട്. ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ 50 പേജ് അങ്ങനെയാണ്. ഏതായാലും ഇത്രയും പേജുകൾ എടുത്തപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒന്നാമത്തെ പടിയുടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ശ്രമം നടക്കുക, എത്ര സമയം എടുക്കും എന്നുള്ളത് നോക്കാതെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച രാമേട്ടൻ പറയുകയാണെങ്കിൽ വി വിൽ കണ്ടിന്യൂ. അതിലും അതുകൊണ്ട് ഒത്തിരി സമയം എടുത്തിട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ സ്പോൺസർമാരുടെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവർ പറഞ്ഞതാണ് ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളോട്. അപ്പൊ അതൊരു ദൈവത്തിന്റെ ഒരു കരുതലാണത്, വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരു മനുഷ്യനെ പോലെ അനുസരിക്കാതെ ജീവിച്ച് നിഷേധഭാവത്തിന്റെ ഒരു മൂർത്ത ഭാവമായിരുന്നു ഞാൻ. എല്ലാത്തിനും നിഷേധിച്ച് ജീവിച്ചിരുന്ന ഒരാള് മദ്യപാനികളായിട്ടുള്ള ഇങ്ങനെയുള്ള സ്പോൺസേഴ്സിന്റെ മുമ്പിൽ ഒരു എന്താണ് അനുസരണമുള്ള കുട്ടിയെ പോലെ ഇരുന്ന് കേട്ടതാണ് പലതും. ഞാൻ ആഗ്രഹിച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ളത്. ഏതായാലും ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് അവരെ എല്ലാം സ്മരിക്കുന്നു. സോ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ തന്നെ മുമ്പായിട്ട് ഇന്നിപ്പോ നമ്മുടെ രാജൻ കേട്ടു. അദ്ദേഹത്തിന്റെ അല്ലാതെ ആപ്ഷൻസ് വേറൊരാള് 5 വർഷത്തെ ആളും പറഞ്ഞു, പിന്നെ ഒരു പുതിയൊരാളുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും. സോ രാജേഷ് മറ്റാണ് പുതിയ അദ്ദേഹം മീറ്റിംഗിലുണ്ടെങ്കിൽ രാജേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് ഈ ദിവസത്തിനെ മാറ്റണം. ജനുവരി 1 പറയുന്നതല്ല, ആദ്യത്തെ മീറ്റിംഗ്. അതിൽ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ് ഇപ്പൊ രാജൻ ചേട്ടന്റെ അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ രാജേഷിന് സാധിക്കും. രാജേഷ് ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എനിക്ക് സാധിച്ചെങ്കിൽ രാജേഷിന് പറ്റും. അതുകൊണ്ട് ഈ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ മീറ്റിംഗ് ആക്കി മാറ്റാതിരിക്കുക. കുറച്ച് ദിവസം ഇത്ര കാലം നമ്മൾ പലതും ചെയ്തതല്ലേ, ഒത്തിരി കാര്യങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് വരാം, അല്ലെങ്കിൽ പല രീതിയിൽ നിർത്താൻ മതി. ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു ചാൻസ് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മദ്യപാനം ഒരു പ്രശ്നമാണെങ്കിൽ there is a solution, ഒരു പരിഹാരമുണ്ട്. സോ മീറ്റിംഗിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പല മീറ്റിങ്ങുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പല സമയങ്ങളിലായിട്ട്. അതുകൊണ്ട് ഏതെങ്കിലും 1-2 മീറ്റിങ്ങുകളൊക്കെ വെച്ച് ചെയ്യാം, സമയത്തിനനുസരിച്ച് ജോയിൻ ചെയ്യാം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ്, ഈ കൂട്ടായ്മ, ഞാൻ ഉൾപ്പെടെ 73 മദ്യപാനികളാണ് ഇരിക്കുന്നത്. ഇവിടെ പുരോഹിതരില്ല, ഡോക്ടറില്ല, എല്ലാം മദ്യപാനികൾ. 1 മാസം 2 മാസം 10 വർഷം 25 വർഷം അങ്ങനെയൊക്കെയുള്ള വർഷങ്ങളായിട്ട് മദ്യപിക്കാതിരിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ മുതൽ നിങ്ങൾക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആൽക്കഹോളിക്സ് അനോണിമസ് വരുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ കുടിച്ചു മരിക്കുക, അല്ലെങ്കിൽ കുടിക്കാതെ ജീവിക്കുക. അത് അവരവർ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. സോ ഒരു ഫ്രീഡം ടു ചൂസ്, പുതിയൊരു സ്വാതന്ത്ര്യമാണിത്. എനിക്ക് മുമ്പ് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരേ ഒരു വഴി അറിയാവുന്നുള്ളൂ, മദ്യം.
മദ്യഷോപ്പ് അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ എയിൽ വന്നതിന് ശേഷം എൻ്റെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വഴി എനിക്ക് തുറന്നു വന്നു. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ എയിൽ വന്നതിന് ശേഷം പെട്ടെന്ന് നിർത്തിയ ആളൊന്നുമല്ല, കാരണം അത്രയ്ക്ക് നിഷേധഭാവമായിരുന്നു. പക്ഷെ ഞാൻ മീറ്റിങ്ങിന് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് രാജേഷ് ഏതെങ്കിലും കാരണവശാൽ ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് കുടിച്ചാൽ പോലും കഴിയുന്നു കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക, സാധിച്ചില്ലെങ്കിൽ കൂടി മീറ്റിംഗ് വരുന്നു നിർത്തരുത്. ഈ മീറ്റിംഗിലേക്ക് വന്നുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ അതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണെന്ന്. നമുക്കൊരു ന്യൂ കമർ ഉണ്ട്, 2 ബർത്ത്ഡേ ബോയ്സ് ഉണ്ട്. അവരുടെ ഇടയിൽ നമ്മൾ സംസാരിക്കാൻ കിട്ടിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. സോ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ തന്നെ വളരെ നല്ല ഒരു നമുക്ക് എല്ലാവരും ചിന്തിക്കേണ്ടത് തന്നെ. അതിന്റെ ടൈറ്റിൽ തന്നെ ഐ എം എ മിറക്കിൾ, ഞാനൊരു അത്ഭുതമാണ്. മീറ്റിംഗില് 73 പേരുണ്ട്. 73 പേരും അത്ഭുതങ്ങളാണ്. കാരണം നമ്മൾ ആരും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ മദ്യപാനി ഈ മീറ്റിംഗിൽ വന്നിരിക്കാൻ കാണിക്കുന്ന ആ മനസ്സ് തന്നെ ഒരു അത്ഭുതമാണ്. നമ്മൾ ആരെങ്കിലും കേൾക്കുന്ന ആളുകളല്ലായിരുന്നു. സോ ആ ഞാനൊരു അത്ഭുതമാണെന്നുള്ളത് വളരെ 25ാമത്തെ പേജിൽ ബിഗ് ബുക്കിൽ നിർത്തേക്കുന്നതാണ്. മലയാളത്തിൽ എത്രാമത്തെ പേജായിരിക്കും എനിക്കറിയത്തില്ല, എന്നാലും അത് വളരെ നല്ല വാചകങ്ങളാണ് അതിനകത്തുള്ളത്. ബിഗ് ബുക്ക് മലയാളത്തിൽ എടുക്കാം. യെസ്, മലയാളത്തിലുള്ളത് മലയാളത്തിൽ എത്രാമത്തെ പേജാണെന്നറിയാവോ? നല്ല വാചകമാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാന്ന് വിചാരിച്ചത്. ഓക്കെ. യെസ്, ഡെയിലി റിഫ്ലക്ഷനിൽ മലയാളത്തിൽ അത് എന്ന് പറയുന്ന ആ ഭാഗം പറഞ്ഞത് ഈ ഞാനൊരു അത്ഭുതമാണെന്നുള്ളതിന് പറയുന്ന ഒരു തന്നെ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും സൃഷ്ടാവായ ദൈവം കടന്നു വന്നെന്ന പരിപൂർണ ബോധ്യമാണ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിലെ ഏറ്റവും കാതലായ സത്യം. ഒരു കാലത്തും ഞങ്ങൾക്ക് തനിയെ നേടിയെടുക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം സാധിച്ചു തരാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. അതൊരു വാഗ്ദാനമാണ്. ഒരു കാലത്തും ഞങ്ങൾക്ക് തനിയെ നേടിയെടുക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം സാധിച്ചു തരാൻ തുടങ്ങിയിരിക്കുന്നു. എത്ര വലിയൊരു മെസ്സേജ് അല്ല ഇന്നത്തെ. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് അത്ഭുതമായിട്ട് മാറുന്നത്. ഒരു കാലത്തും ഇന്നും വൈദ്യശാസ്ത്രം വഴിമുട്ടി നിൽക്കുകയാണ്, എല്ലാവർക്കും അറിയാം. ഇന്നും മരുന്നില്ല. ഈ ബുക്ക് എഴുതുമ്പോൾ പബ്ലിഷ് ചെയ്യുന്ന കാലത്തും മരുന്നില്ല, മന്ത്രമില്ല, ഒന്നുമില്ല, ഇന്നുമില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾക്കൊരു മെസ്സേജ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രധാനത്തിനെ കേട്ടു, ഓരോരുത്തർക്കും ഒരു മെസ്സേജ് ഉണ്ട്. ഐ ഡോണ്ട് ഹാവ് എ ഡ്രിങ്ക് ടുഡേ. ഞാനൊരു അമിത മദ്യാസക്തനാണ്, ഇന്ന് ഞാൻ മദ്യവെച്ചിട്ടില്ല. സോ ഐ എം എ മിറക്കിൾ. എന്നിട്ട് എന്താ സംശയമുള്ളത്? സോ അതുകൊണ്ട് നമുക്ക് ഈ ഇതിന്റെ 1ാമത്തെ പടിയുടെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോവാൻ നോക്കുക. ഞാൻ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ആ ടെക്സ്റ്റാണ് എടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ബിഗ് ബുക്കിൽ കൂടെ എന്തായാലും തീർച്ചയായിട്ടും പോകേണ്ടി വരും. അപ്പൊ ബിഗ് ബുക്കിനെ എടുക്കാം. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർ ബിഗ് ബുക്കും ഈ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ബുക്കും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും. എനിക്കും പ്രയോജനപ്പെടും. നമ്മളിതൊരു ചർച്ചയാണ് കൂട്ടുക, മനസ്സിലായില്ല? അവസാനം നമ്മൾ ഒരു ചർച്ചയ്ക്ക് എടുക്കാനായിട്ടുള്ള ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ചർച്ചയ്ക്ക് എടുത്തു കഴിയുമ്പോൾ അതൊരു ഹെൽത്തി മീറ്റിംഗ് ആയിട്ട് മാറും. അല്ലാതെ ഇവിടെ ആരെയും പഠിപ്പിക്കാനൊന്നുമില്ല. കുറച്ച് നാളത്തെ പടികൾ കൂടി അല്ലെങ്കിൽ പ്രോഗ്രാമിൽ കൂടി പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു എനിക്ക് ചെയ്യേണ്ട എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു ഇതല്ല. നമ്മളെല്ലാവരും പറയാറില്ലേ, അവർ പ്രൈമറി പർപ്പസ് ഈസ് ടു സ്റ്റേ സോബർ ആൻഡ് ഹെൽപ്പ് അതർ ആൽക്കഹോളിക് ടു അച്ചീവ് സോബറിറ്റി. നമ്മുടെ ജീവിതത്തിന്റെ പ്രാഥമികമായ ഉദ്ദേശം ഇതാണ്. അതിന്റെ ഒരു പൂർത്തീകരണമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കടമയാണിത്. നമ്മളെല്ലാവരും പറയില്ലേ, ഇത് എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ 12 പടികൾ എന്നുള്ള ഇതിനകത്ത് നമുക്ക് അതിന്റെ ഒരു തുടക്കത്തിലുള്ള മുഖവരയിലും കുറെ നല്ല കാര്യങ്ങൾ, കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ മുഖവരയിൽ കൂടി നമുക്കൊന്ന് അത് 15ാമത്തെ പേജാണ്. എൻ്റെ കയ്യിലുള്ള മലയാളം ബുക്കിൽ നിന്നാണ് എടുക്കുന്നത്. ഒരാൾക്ക് തന്നെ ബിഗ് ബുക്കിന്റെ മലയാളം ട്രാൻസ്ലേഷനെക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ട്രാൻസ്ലേഷനാണ് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ബുക്ക്. എല്ലാവർക്കും അറിയാം, മലയാളത്തിലുള്ള ബിഗ് ബുക്കിന് കുറച്ച് പശകളൊക്കെ ഉണ്ട്. അതായത് അത്രയും നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചല്ലോ എന്നൊരു
അവരെയൊക്കെ നന്ദിയോട് സ്മരിക്കണം. അപ്പോൾ മുഖവരയിൽ പറയുന്നത് ഞങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മദ്യപാനം എന്ന പഴക്കം ചെന്ന കുഴയ്ക്കുന്ന രോഗത്തിൽ നിന്നുള്ള മോചനത്തിനായും യാതന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹചര സഹായിക്കാൻ വേണ്ടിയുള്ള മദ്യപരായ നൂറായിരത്തിലേറെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലോകവ്യാപകമായ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അപ്പോൾ 100,000-ലേറെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് മദ്യപാനം എന്ന പഴക്കം ചെന്ന നൂറ്റാണ്ടുകളായിട്ട് ഉള്ളതാണ്. മനസ്സിലായില്ലേ? 16-17 നൂറ്റാണ്ട് മുതൽ ഇതിനു വേണ്ടിയിട്ടുള്ള ആ കാലത്ത് പോലും ശാസ്ത്രജ്ഞർ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഏതായാലും പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. ഇനി പരിഹാരം കണ്ടെത്തിയാൽ അത് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതുപോലെ തന്നെ കുഴയ്ക്കുന്ന രോഗം എന്താണ്? ബാഫ്ലിംഗ് മാലഡി, ഒരു ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ബാഫ്ലിംഗ് മാലഡി, കുഴയ്ക്കുന്ന രോഗം, ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്, ജീവിതത്തെ തകർത്ത് കളയുന്ന രോഗമാണിത്. വേറൊരു രോഗം അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഈ കുഴയ്ക്കുന്ന രോഗത്തിന് മോചനത്തിനും യാതന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹചര സഹായിക്കുന്നതിനും, അപ്പൊ ഇതിൽ നിന്നുള്ള മോചനം അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. സോ നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതിന്റെ താഴെ ഫുട് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1995 കണക്കനുസരിച്ച് ഏകദേശം 20 ലക്ഷം ആളുകൾ ഏലൂടെ സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് 2025 20 ലക്ഷത്തിന്റെ ഒക്കെ ഇരട്ടി കൂടുതൽ ആളുകൾ ഇന്ന് മോചനത്തിന്റെ പാതയിലാണ്. സോ അത്രയ്ക്ക് നല്ലൊരു കൂട്ടായ്മയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ആ മുഖവരയിൽ തന്നെ പറയാം. അപ്പൊ അതിന്റെ അടുത്ത പാരഗ്രാഫ് ഞാൻ ഇടയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടിയേ പോകുന്നുള്ളൂ. ആത്മീയ സ്വഭാവമുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ് ഏഴയുടെ 12 പടികൾ. സോ വെരി ബിഗിനിങ് നമുക്കിത് മനസ്സിലാക്കേണ്ടത്, ഇറ്റ്സ് നോട്ട് മെഡിസിൻ. നമ്മളിവിടെ മെഡിസിനെ കുറിച്ച് പറയുന്നില്ല, മതത്തെക്കുറിച്ചും പറയുന്നില്ല. എന്നാൽ ഇതിനകത്ത് തന്നെ അടുത്ത പേര് വരുമ്പോൾ ഇത് എവിടുന്ന ഈ തത്വങ്ങൾ കിട്ടുന്നത്? അപ്പൊ ഇതൊരു ആത്മീയ സ്പിരിച്വൽ ആയിട്ടുള്ള തത്വങ്ങളാണ്, ആത്മീയമായിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ് ഏഴയുടെ 12 പടികൾ. ഇതിനു മുമ്പും ആത്മീയമായിട്ടുള്ള തത്വങ്ങൾ കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നല്ലോ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വന്ന അംഗങ്ങളാണ് നമ്മൾക്ക് ഈ കൂട്ടായ്മയിൽ. ആ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് നിന്നുപോയി. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്നും വളരെ നല്ല രീതിയിൽ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആത്മീയ സ്വഭാവമായിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ് ഏഴയുടെ 12 പടികൾ എന്നുള്ളത് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കണം. ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രോഗ്രാം. സ്പിരിച്വൽ ടൂൾസ് ആണ് നമുക്ക് തരുന്നത്. ആ ടൂൾസിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ 12 പടികളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജീവിത രീതി ശീലിക്കുകയാണെങ്കിൽ മദ്യപാനം എന്ന ഒഴിയാബാധ, മുമ്പ് പറഞ്ഞ കുഴയ്ക്കുന്ന രോഗം അല്ലെ, പുറന്തള്ളാനും കഷ്ടത അനുഭവിക്കുന്നവരെ ജീവിതത്തിൽ സന്തോഷവാനായും പൊതുവിൽ പ്രധാനമായ ജീവിതം നയിക്കുവാനായി മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. സോ ഇത് ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൂട്ടായ്മയുടെ നിലനിൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ അതിന്റെ ആ പേജിന്റെ ഏറ്റവും മദ്യപാനികളല്ലാത്ത ധാരാളം ആളുകളുടെ അഭിപ്രായത്തിൽ ഏഴയുടെ 12 പടികൾ ശീലിച്ചതിന്റെ ഫലമായി ജീവിതത്തിലെ മറ്റു ബുദ്ധിമുട്ടുകൾ തരണം അവർക്ക് സാധിച്ചു. ഇതൊരു വലിയൊരു ഇതാണ്. പലർക്കും നമ്മൾ മനസ്സിലായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ കാര്യം അറിയത്തില്ല, പക്ഷെ വിദേശത്തൊക്കെ ഏഴയുടെ 12 സ്റ്റെപ്സ് മദ്യപാനികളല്ലാത്ത ആളുകൾ, അതും മറ്റ് ഇതിന്റെ എന്താ പറഞ്ഞ ഡ്രഗ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലെ അടിമത്തുള്ളവരല്ല, സാധാരണ ആളുകൾ ഈ പ്രോഗ്രാമിന് ഈ 12 പടികളെ മദ്യപിക്കാത്ത ആളുകൾ. അതിനകത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അലനോൺസ് അവരാരും മദ്യപിക്കുന്നവരില്ല. പക്ഷെ അവര് ഈ പ്രോഗ്രാം 12 പടികൾ, നമ്മൾ ഉപയോഗിക്കുന്ന 12 പടികൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അൽട്ടീൻസ്, കുട്ടികളുടെ ആയിട്ടുള്ളത്, അതുപോലെ സാധാരണ ആൾക്കാർക്കും, സാധാരണ നോർമൽ പീപ്പിൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം അവിടെ മദ്യം എന്നുള്ളതല്ല, എല്ലാ മനുഷ്യരിലും ജനിച്ച എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ഒബ്സഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പൽസീവ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. ഏതായാലും അതങ്ങനെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വലിയൊരു വാർത്ത തന്നെയാണ്. ഏതായാലും പ്രശ്ന മദ്യപർക്ക് മുക്താവസ്ഥ എന്നതിനേക്കുള്ള 12 പടികൾ പ്രയോജനപ്പെടുന്നുവെന്ന് അവർ കരുതുന്നു. മദ്യപാനികളും അല്ലാത്തവരുമായ ധാരാളം ആൾക്കാർക്ക് മദ്യപാനികളും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആൾക്ക് സന്തോഷകരം ഫലപ്രദമായ ഒരു ജീവിതമാർഗം അവയിൽ കാണുന്നു. ഒക്കെ അതിനുശേഷം ഏഴയുടെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ പിന്നീട് അടുത്ത പാരഗ്രാഫിലൊക്കെ വളരെ വലിയൊരു കാര്യങ്ങളാണ് എഴുതുന്നത്. എങ്ങനെ ഈ മദ്യപാനികളായിട്ടുള്ള ഇത്രയൊക്കെ മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ
ടോട്ടലി യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സമൂഹം. ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ്, നമുക്കറിയാം മദ്യപാനികൾ. ഞാനൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് ആണെങ്കിൽ അല്ല എന്നുള്ളത് സ്വയം തീരുമാനിക്കുക. എന്നിട്ട് പോലും ഈ ലോകത്തിലെ ഏറ്റവും നല്ല സംഘടിതമാണ്, നമുക്കൊരു നിയമങ്ങളോ പോലീസ് കേസ് കൊടുക്കണ കോടതി വ്യവഹാരത്തിനുള്ള ഒരു ഇതുമില്ല, നമ്മുടെ ഗൈഡ് ലൈൻസിലൊന്നുമില്ല. എന്നിട്ടും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഏറ്റവും ഇതുപോലെയുള്ളൊരു സംഘടന ഇല്ല. നമുക്ക് അഭിമാനിക്കാവുന്ന ഈ കാര്യം, മനസ്സിലായിട്ട്. നിയമ പിന്തുണയില്ലാത്ത ഒരു കൂട്ടം പാരമ്പര്യ തത്വങ്ങൾ എങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസ് പോലെയുള്ള ഒരു സംഘത്തിന് ഐക്യത്തോടെയും ഫലപ്രദമായി നടത്താൻ സാധിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ആ ഒറ്റ കാര്യത്തിനുണ്ട് സർ. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ആത്മീയതയാണ്. ആത്മീയത എന്താണ്? ദൈവികമാണ്. ഏത് മതത്തിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ പറയാം. ദൈവാനുഗ്രഹമാണ്, ദൈവാനുഗ്രഹം. സോ ഈ ഒരു കാര്യത്തിൽ നമുക്ക് എത്രമാത്രം അഭിമാനത്തോടുകൂടി തന്നെ കാണണം. അതുകൊണ്ട് അതിന്റെ ഒരു പാരഗ്രാഫിലൊക്കെ കഴിയുമ്പോൾ ഇവരുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 7 അടിസ്ഥാന തത്വങ്ങൾ അവ എന്നറിയപ്പെടുന്ന പോലെ പ്രധാനമായും മതത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും മകളിൽ കടം കൊണ്ടവയാണ്. യെസ്, ഇത് ഓർത്തിരിക്കണം. അതുകൊണ്ട് ഇതൊരു ദിവസം പൊട്ടിമുളച്ചതോ നമ്മൾ സ്വയമായിട്ട് അവകാശപ്പെടുന്ന ഒന്നുമല്ല. നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന, ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മതത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെ മേഖലയിൽ നിന്ന് കടം കൊണ്ടവയാണ്. പലപ്പോഴും ചിലപ്പോ ചില മീറ്റിങ്ങുകളിലൊക്കെ ചില അംഗങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊക്കെ ആരെങ്കിലും ഏതെങ്കിലും അംഗങ്ങൾ ഒക്കെ മതത്തിന് ഏതെങ്കിലും മതത്തിലെ ചില കോട്സോ ഗീതയോ അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനിലെയോ വിശുദ്ധ ബൈബിളിലെയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ചിലപ്പോ ഒരു ക്രിറ്റിസിസത്തിനൊക്കെ വരുത്താണ്ട്, ഇത് ആണ്, ഇവിടെ മതത്തിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. അങ്ങനെയല്ല. വി റെസ്പെക്ട് ഓൾ റിലീജിയൻസ്. ഇത് ഒരു പുതിയൊരു ആശയം ഉണ്ടായതൊന്നുമല്ല. നമ്മൾ മതത്തിൽ നിന്നും ഒക്കെ കടമെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ക്രിസ്ത്യാനിറ്റി ഉണ്ട് ഇതിനകത്ത്. നമ്മളത് പഠിക്കണം, പഠിച്ചു കഴിയുമ്പോഴല്ലേ അറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണം എന്നുള്ള ചാപ്റ്ററിൽ നമ്മളോട് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മറ്റു മതങ്ങളിലെ ലോകത്തിൽ ലൈബ്രറികൾ ഇഷ്ടംപോലെ മതഗ്രന്ഥങ്ങളുണ്ട്, അത് പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മതാചാര്യനെ കേൾക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അറിയില്ലായ്മ കൊണ്ട് പലരും. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലായിരിക്കുന്നവര് ബിഗ് ബുക്ക് മാത്രം ഉപയോഗിക്കണം, അല്ലെങ്കിൽ മറ്റൊന്നും അങ്ങനെ ഒന്നുമില്ല. ഒരു നിബന്ധനകളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന നല്ലതാണ്. അത് കാരണം നമ്മൾ മതത്തിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ നിന്നും കടം കൊണ്ടവയാണ്. പിന്നെ ആ പ്രശ്നം മനസ്സിലാക്കുന്ന ഒത്തിരി നല്ലതായിരിക്കും. ഏതായാലും ആദ്യകാലങ്ങളിൽ 39 നമ്മുടെ ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ 100 പേരാണ് അംഗങ്ങളുണ്ടായിരുന്നത്. വെറും 100 പേര്. 100 പേരിൽ നിന്നാണ് ഇന്ന് ഇരിക്കുന്ന എത്രയോ ലക്ഷങ്ങളായിരുന്നു, എനിക്ക് കൃത്യമായിട്ടോ അറിയത്തില്ല. ഏതായാലും ഒരു 40-50 ലക്ഷം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. ഇന്ന് എന്താണ് ഒരു 2006 കണക്കാണ് ഈ ബുക്ക് എടുക്കുന്നത്. 181 രാജ്യങ്ങളിലുണ്ട്. 181 രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഇല്ലാത്ത അതിലൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇനി ഇല്ലാത്ത രാജ്യങ്ങളുണ്ടാവും, വഴിയില്ലായിരിക്കും. വളരെ റയറായിട്ട് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും രാജ്യങ്ങളിലില്ലായിരിക്കും. അതർവൈസ് നമ്മളെല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. സോ അപ്പൊ നമുക്കിനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ പടിയിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇന്നത്തെ മീറ്റിംഗിന്റെ. അപ്പൊ ഒന്നാമത്തെ പടിയെ കുറിച്ചാണ് ഇനി. സോ ഒന്നാമത്തെ പടി, പടി 1, അത് 12 പടികളും 12 ലേറ്റായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ടെക്സ്റ്റ് ആണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അത് തുടങ്ങുന്നത് തന്നെ ഒന്നാമത്തെ പടി എല്ലാവർക്കും അറിയാണ്. മദ്യത്തിന് മുമ്പിൽ ശക്തിങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളുടെ ജീവിതം മുൻകരുതമായി പോയി. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പടി, എല്ലാവർക്കും അറിയാം. മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനർ, വി ആർ പവർലെസ് ഓർ ആൽക്കഹോൾ, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. ഇതാണ് ഒന്നാമത്തെ പടി, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ ഡോക്ടർ സിൽക്വർത്ത് ഒരു കാര്യം സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ളത്, നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡോക്ടേഴ്സ് ഒപ്പീനിയൻ. യെസ്, അദ്ദേഹത്തിന്റെ
കണ്ടുപിടുത്തം. അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമുക്കിടെ ഒരു വിശുദ്ധനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ വിശുദ്ധൻ ആയിട്ടുള്ള അദ്ദേഹം എഴുതുന്നത് വട്ട് ഈസ് എ സൊല്യൂഷൻ എന്നുള്ള അത് ഏത് എഴുതുന്നത് യെസ് ധാർമ്മിക മനഃശാസ്ത്രം. ആരുടെ മൈക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ടെന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. യെസ് XX എന്നുള്ള പേജില് നിങ്ങൾ കോ ഹോസ്റ്റ് ആയിരിക്കുന്നവർക്കൊന്ന് മ്യൂട്ട് ചെയ്തുകൂടെ? XX എന്നുള്ള പേജില് അത് നിങ്ങളൊന്ന് വായിച്ച എനിക്കിവിടെ കേൾക്കാറ് നിങ്ങൾക്ക് കേൾക്കത്തില്ല. സോ XX എന്നുള്ള പേജില് ഡോക്ടർ സിൽക്വർത്തി അമിത മദ്യപാന രോഗികൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാർമ്മിക മനഃശാസ്ത്ര അടിയന്തര പ്രധാനമാണെന്ന് ഡോക്ടർമാരായ ഞങ്ങൾക്ക് ബോധ്യമായിട്ട് വളരെ കാലമായി. സോ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആ കാലഘട്ടത്തിൽ വെച്ച ഡോക്ടർ കാൾ യൂങ് അദ്ദേഹം ആൽക്കഹോളിസ്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്തതാണ്. സിഗ്മണ്ട് ഫ്രോയിഡ്, ഡോക്ടർ സിൽക്വർത്ത്, ഇവരൊക്കെ അവർക്ക് മനസ്സിലായി ഒൺലി സൊല്യൂഷൻ ദാറ്റ് ഈസ് മോറൽ സൈക്കോളജി. ആ മോറൽ സൈക്കോളജി എന്ന് പറയുന്നതാണ് admitting the truth that I am powerless or alcohol. Admitting the truth. ഞാൻ എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി. സത്യസന്ധമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനനാണെന്ന്. സത്യസന്ധമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു എന്റെ ജീവിതം അനിയന്ത്രിതമാണെന്ന്. അവര് പറഞ്ഞു, അവരുടെ അടുത്ത് വന്ന പേഷ്യൻസിനോട് പറഞ്ഞു ഇതാണ് കാര്യം. ആരും കേട്ടില്ല, ഒരു മദ്യപാനി പോലും കേട്ടില്ല. അവർക്ക് മനസ്സിലായി എങ്ങനെ ഇത് പറഞ്ഞു. പക്ഷെ അത് പ്രവർത്തിച്ചപ്പോഴാണ് ഒരു മദ്യപാനി ഇതേ കാര്യം മറ്റൊരാളോട് പറഞ്ഞപ്പോൾ ഇത് വിജയിച്ചു. ആ പരിഹാര മാർഗമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിലേക്ക് വന്നിട്ടുള്ള ഒരു ദിവസം, ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് വന്ന ആൾക്കും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഒരേ കാര്യം ബാധകമാണ്. വി അഡ്മിറ്റഡ് ദ ട്രൂത്ത്. സത്യസന്ധമായിട്ട് ആര് അംഗീകരിച്ചിട്ടുണ്ടോ അവർ പിന്നെ കുടിച്ചിട്ടില്ല. ഈ മീറ്റിംഗിൽ ഇരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു പുറകോട്ട് ഒന്ന് പോയിട്ട് ചിന്തിച്ചു നോക്കാം. അല്ലെങ്കിൽ ഏത് മദ്യപാനിയ ഒരു മദ്യപാനിയും ആരെങ്കിലും സമ്മതിക്കുമോ? എനിക്ക് ഈ പ്രശ്നം സമ്മതിച്ചെന്നുകൊണ്ട് രാജേഷനോട് പറഞ്ഞു, തമ്പി ചേട്ടാ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലെങ്കിൽ രാമേട്ടനോട് പറഞ്ഞു, തമ്പി ഇതാണ് പ്രശ്നം, നമ്മുടെ പ്രശ്നം, എന്റെ പ്രശ്നം ഇതായിരുന്നു, ഞാൻ ഇന്ന് ഇതാണ് ചെയ്തത്. യു ഹാവ് ടു ജസ്റ്റ് അഡ്മിറ്റ് ദർ ഇസ് നോ മെഡിസിൻ. ഒരു മരുന്നില്ല സുഹൃത്ത്, ഞാൻ ഇത് ചെയ്തപ്പോൾ ഞാനൊന്നും കുടിക്കുന്നില്ല. സോ യു ക്യാൻ ട്രൈ. ഇത് വലിയൊരു മെസ്സേജാണ്, മനസ്സിലാക്കണം. വി അഡ്മിറ്റഡ് ദ ട്രൂത്ത്. സത്യം. നമ്മൾ ഒരിക്കലും ഏതെങ്കിലും കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് എങ്ങോട്ടാ പോണെന്ന് ആരെങ്കിലും ചുമ്മാ ചോദിച്ചിട്ടുണ്ട്. എറണാകുളത്തിന് പോകാൻ നിൽക്കുകയാണെങ്കിൽ ചുമ്മാ വേണ്ടി പറഞ്ഞേക്കും ഞാൻ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ നിൽക്കാന്ന് പറയും, ഇല്ലേ? അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമ്മൾ. സത്യം പറയാനായിട്ട് നമുക്ക് മടിയാണ്, സത്യത്തെ അംഗീകരിക്കാൻ മടിയാണ്. കാരണം നമ്മുടെ രോഗ ആ തലത്തിലേക്ക് എത്തുന്നു. അപ്പൊ അതിന്റെ മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇവിടെ ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഗ്രൂപ്പിൽ നേരത്തെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് അഡ്മിറ്റിംഗ് ദ ട്രൂത്ത്, ധാർമ്മിക മനഃശാസ്ത്രം എന്നുള്ളത് അതാണ് നമ്മുടെ സൊല്യൂഷൻ. മദ്യപാനമാണ് നമ്മുടെ പ്രശ്നം, അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം സ്പിരിച്വൽ ആണ്. അഡ്മിറ്റിംഗ് ദ ട്രൂത്ത്. അപ്പൊ ചോദിക്കും, ഈ അഡ്മിറ്റിംഗ് ധാർമ്മിക മോറൽ സൈക്കോളജിയിൽ വേറെ ഇസ് ദ സ്പിരിച്വാലിറ്റി. ആത്മീയതയിൽ ഈ പറയുന്ന കാര്യത്തിൽ എവിടെ ആത്മീയത എന്ന് ചോദിക്കത്തില്ല പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ. ആ ഒറ്റ കാര്യമുള്ളൂ, ആരോടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്? ടു ഹൂം? ജസ്റ്റ് നമ്മൾ മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനാണ്, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി നമ്മൾ വായിക്കും ഒന്നാമത്തെ പടി. പക്ഷെ ആരോടാണ്? ദേർ ഇസ് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പവർ അവിടെ ഇല്ലേ? നമ്മളോട് ആ തുടക്കത്തിൽ അവരാരും പറയുന്നില്ല, അവർ പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു പക്ഷെ കേൾക്കാനും വഴിയില്ല. പക്ഷെ ഇന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ എനിക്ക് സ്പോൺസർ ഒരിക്കൽ ചോദിച്ചത്, എങ്ങനെ ഒന്നാമത്തെ പടി അതാണ്, ഒരു ചർച്ചയ്ക്ക് വരൂലേ ഇങ്ങനെ ഒന്നാമത്തെ പടി എവിടെ വരെ എത്തി എന്നൊക്കെ ചോദിച്ചു പറയുമ്പോ, അപ്പൊ അവിടെ എങ്ങും ഈ ഒരു കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു, യെസ് ടു ഹൂം? ആരുടെ മുമ്പിലാണെന്ന് പറയാമെന്ന് ചോദിച്ചു. അവിടെ മിഴിച്ചു തന്നു. യെസ്, എനിക്കൊരു വിശ്വാസത്തിലൊന്നും ഫോളോ ചെയ്തിരുന്ന ഒരാളല്ല. എന്നാ വിശ്വാസിയായിരുന്നാലും ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളൂ. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി, ദാറ്റ്സ് ഇറ്റ്. എന്നോട് പള്ളിയിൽ പോകാൻ പറഞ്ഞു, പോയില്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പോയില്ലെങ്കിൽ അടിയിട്ട് തന്നു, അതുകൊണ്ട് പോയി. വൈകിട്ട് രാത്രിയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചാപ്പാട് കിട്ടില്ല, അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ രീതിയിൽ വളർന്ന ഒരു രീതിയാണ്. അതിനുശേഷം പിന്നെ പറയേണ്ട കാര്യമില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ പിന്നെ അവിടെ പ്രാർത്ഥന എന്നൊന്നും
പിന്നെ വെള്ളാടിയില്ലെന്ന് പണി. സോ ആരുടെ മുമ്പിലാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യം. മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനാണെന്ന് ഞങ്ങൾ തുറന്ന് സമ്മതിച്ചു. നമ്മളെല്ലാവരും കൂടെ. നമ്മളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. അത്ര വലിയൊരു മെസ്സേജ് ആ ഒരു ഇതിനെ മനസ്സിലാക്കണം. അപ്പൊ ഒന്നാമത്തെ പടിയിൽ ഈ ഒരു തലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു യാത്രയായിട്ട് മാറും. തുടക്കത്തിലെ ഈ കാര്യം ഓർത്തിരിക്കണം. എന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഞാൻ അതിനകത്ത് ഇങ്ങനെ ഒരു മിസ്റ്ററി ഉണ്ടെന്നുള്ള ഓർത്തിരിക്കണം. അത് കുറച്ച് ഇപ്പൊ പുതിയ ആൾക്കാർക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഉൾക്കൊണ്ടാൽ നന്നായിരിക്കും. ഇനി അവരുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇൻസിസ്റ്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ എനിക്കതിലും അത് പ്രയോജനപ്പെട്ടു. കാരണം ഈ ഒറ്റ ഒന്നാമത്തെ പടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കേണ്ട വന്നത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതിനുള്ള തടസ്സങ്ങൾ ദൈവമായിരുന്നില്ല, അല്ലെങ്കിൽ ആ ശക്തിയായിരുന്നില്ല, ഞാൻ തന്നെയായിരുന്നു. അതിനെ മാറ്റിയെടുക്കാനുള്ള പടികളാണ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ. എനിവേ നമുക്ക് വി വിൽ കം ബാക്ക്. നമുക്ക് തിരിച്ച് ഇതിനകത്തേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ഈ പൂർണ്ണ പരാജയം സമ്മതിക്കാൻ ആരും തയ്യാറാവും. അതാണ് തുടങ്ങിയിരിക്കുന്ന ഫസ്റ്റ് വാക്ക് തന്നെ. നോബഡി. പൂർണ്ണ പരാജയം. പരാജയം എന്നല്ല പറയുന്നത്, പൂർണ്ണ പരാജയം. ഇംഗ്ലീഷില് കംപ്ലീറ്റ് ഡിഫീറ്റ് എന്നായിരിക്കും അല്ലെ? Yes, who cares to admit complete defeat? Practically no one, of course. Practically no one, of course. No one. ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടാവോ? സോ നോബഡി. പക്ഷെ നമ്മളുടെ മുമ്പിൽ എന്താണ്? ആരും തന്നെ അതിന് തുനിയുന്നത്. അശക്തർ എന്ന ആശയത്തിനെതിരെ പ്രകൃതിത്വമായ ഓരോ വാസനയും പ്രതികരിക്കും. കയ്യിൽ മദ്യം നിറഞ്ഞ ഗ്ലാസ്സിനിരിക്കെ നശീകരണ മദ്യപാനം ഒഴിയാബാധായി ഞങ്ങളുടെ മനസ്സുകളെ വളച്ചൊടിക്കുന്നു. ഈശ്വരകാരണത്തിന്റെ ഇടപെടലിന് മാത്രം അതിൽ നിന്നും മാറ്റുവാൻ കഴിയുമെന്നും സമ്മതിക്കുന്ന സത്യത്തിൽ അരോചകമാണ്. വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? പലരും ആദ്യത്തെ മീറ്റിങ്ങിലൊക്കെ ഞാൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ഡോണ്ട് ഹാവ് എ ഡ്രിങ്ക് ടുഡേ, ഐ എം സോബർ ഫോർ 20 years. 20 വർഷമായിട്ട് മദ്യപിച്ചിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ. ഞാൻ ഇവിടെ ഡൽഹിയിലാണല്ലോ മീറ്റിംഗ് ആദ്യം ചെയ്തു തുടങ്ങിയത്. എന്താ ഇവന്മാരി പറയുന്നു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ഡോണ്ട് ഹാവ് എ ഡ്രിങ്ക്. ഞാൻ പറയാം, എന്റെ മനസ്സിൽ അന്തരം പെടുന്നു, ഐ ക്യാൻ സ്റ്റോപ്പ് ഡ്രിങ്കിങ് എനി ടൈം. എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെയാണ് പ്രശ്നം. അല്ലാതെ എന്ത് പ്രോബ്ലം? ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പ്രോബ്ലം ഇത് തന്നെയായിരുന്നു, അഡ്മിറ്റിംഗ് ദ ഡിഫീറ്റ്. മാക്സിമം ചേർത്ത് നിൽക്കാനുള്ള. മദ്യത്തിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റത്തില്ല. അപ്പൊ ഈ ഈശ്വരകാരണത്തിന്റെ ഇടപെടലിന് മാത്രമേ നമ്മിൽ നിന്ന് മാറ്റുവാൻ കഴിയുന്നു. സത്യത്തിൽ അരോചകമാണ്. അതുകൊണ്ടാണ് ഈ നമ്മള് മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ആ ചാപ്റ്റർ വരുമ്പോ അതിനകത്ത് വളരെ നല്ല രീതിയിൽ, കാരണം ഇത് ബിഗ് ബുക്കാണ്, ഇതിന്റെ ഏറ്റവും വലിയ ഡോക്യുമെന്റ് എന്ന് ഓർക്കണം. അതിനകത്ത് 42ാമത്തെ പേജിൽ വന്ന ഞാൻ നമുക്കറിയാം, കാരണം ആദ്യത്തെ കുടികാരത്തിൽ അമിതമദ്യപാനികൾക്ക് ചില സമയങ്ങളിൽ ചെറുത്ത് നിൽപ്പിന് യാതൊരു മാനസികമായ ഉപാധിയുമില്ല, ഒരു ഉപാധിയുമില്ല. വളരെ വിരളമായ അപവാദങ്ങൾ ഒഴിവാക്കിയാൽ അയാൾക്ക് മറ്റാർക്കും എന്തെങ്കിലും ഉപാധികൾ നൽകുവാൻ സാധ്യവുമല്ല. അയാൾക്ക് ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. ദൈവത്തിൽ നിന്ന് തന്നെ വരണം. ഞാൻ എത്ര മസിൽ പിടിച്ചിട്ടും കാര്യമില്ല, പക്ഷേ എത്ര തല കുത്തി നിർത്തിയിട്ടും കാര്യമില്ല. ഐ ഹാവ് ടു അഡ്മിറ്റ് ദ ഡിഫീറ്റ്. ആരുടെ മുമ്പിലാണ്? ദൈവത്തിന് മുമ്പിൽ തന്നെ. സോ സ്റ്റെപ്പ് 1 മുതൽ തന്നെ ദൈവത്തിന്റെ. കാരണം ഈ മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ചാപ്റ്റർ വരെയുള്ളതാണ് നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ച്, മൊത്തം ആൽക്കഹോളിസ്റ്റിന്റെ പ്രോബ്ലത്തിന്. ആ പ്രോബ്ലത്തിന്റെ അവസാന വാക്കുകളാണ് ഈ ചാപ്റ്ററിന്റെ. അയാൾക്ക് ചേർത്ത് നിൽക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. ദെൻ എന്തിനു വെയിറ്റ് ചെയ്യണം? സ്റ്റാർട്ട് ഫ്രം ടുഡേ. ആരെങ്കിലും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയത്തിനൊക്കെ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. കുറച്ചാൾ കഴിയുമ്പോൾ കുറച്ചാള് കേൾക്കാതെ കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാതെ കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ റിലാപ്സ് ഉണ്ടാവും. ഫ്രം ടുഡേ, ഈ ദിവസം മുതൽ ടേക്ക് എ ഡിസിഷൻ. ഐ ആം പവർലെസ് ഓർ ആൽക്കഹോൾ, ഗോഡ് പ്ലീസ് ഹെൽപ്പ്. ഈ പടിയുടെ അർത്ഥം തന്നെ വി ആർ ആസ്കിങ് ഹെൽപ്പ്. അല്ലാതെ വെറുതെ ആകാശത്തേക്ക് നോക്കി മദ്യത്തിന് മുമ്പ് ശക്തി എന്നാണെന്ന് ഞങ്ങൾ തുറന്നു സംബന്ധിച്ചു ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ള അതല്ല. അതിനൊരു ഒരുപാട് ഡീപ്പ് മീനിങ് ഉണ്ട്. ഈ രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്തവരാരും കുടിക്കത്തില്ല. സ്റ്റെപ്പ് 1
സോറി, ഒരു കോള് വന്നു. സോ ഇതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല. സ്റ്റാർട്ട് ഫ്രം ടുഡേ. അതിനകത്തേക്ക് ഇനി ഇതിന്റെ ആത്മീയതയുടെ ഭാഗത്തേക്ക് വരുമ്പോ, സ്പിരിച്വാലിറ്റിയുടെ ഇതിനകത്തേക്ക് വരുമ്പോ അടുത്ത വി അഗ്നോസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു 100% സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് 1. ഇത് നമ്മളുടെ നല്ല രീതിയിൽ പൂർണ്ണമായിട്ട്, ഇത് വളരെ ഈസി അല്ലേ, ഇത്രയും കാര്യങ്ങളുള്ളൂ. എന്നിലുള്ള ആ ഞാൻ എന്നുള്ള ഭാവത്തെ, ആ തടയിട്ട് നിൽക്കുന്ന അതിനെ, ആ ഗർവിനെ, ആ സ്വാർത്ഥതയെ മാറ്റി വെച്ചാൽ മതി. നമ്മൾ അത് അടുത്ത പടികളിലൊക്കെ അത് വരും. അതിന് ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കുക. അപ്പൊ ഈശ്വരകാരണത്തിന്റെ ഇടപെടലിന് മാത്രമേ ഈ ബുക്കിൽ പറയുന്നു, ചേർത്ത് നിൽപ്പാനുള്ള ശക്തി ദൈവത്തിന് മാത്രമേ കഴിയുമെന്ന് ബിഗ് ബുക്കിലും പറയുന്നു. ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടാണ്. അപ്പൊ ഇതൊന്നും ഞാൻ പറയുന്നതല്ല എന്ന് ഓർക്കണം. നമ്മുടെ ബുക്കുകളിൽ നിന്ന് എടുക്കുന്ന കാര്യമില്ലാതെ ഞാനൊന്നും പറയത്തില്ല കേട്ടോ. പിന്നെ എന്റെ അനുഭവങ്ങൾ എന്തെങ്കിലും ഞാൻ പറയാം. അതർവൈസ് ബുക്കിനെ ഉദ്ധരിച്ചുകൊണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുമെന്ന് എന്നോട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത പറയുന്നത്, മറ്റേതൊരു പാപ്പരത്തിന് ഇതിന് കിടവയ്ക്കില്ല. മദ്യം ആർത്തി പിടിച്ച പലിശക്കാരനെ പോലെ നമ്മൾ സ്വയം പര്യാപ്തതയും ആ പ്രക്രിയയെ പ്രതികരിക്കാനുള്ള ഇച്ഛാശക്തിയും ഊറ്റിയെടുക്കുന്നു. ഒരിക്കൽ ഈ ക്രൂരമായ യഥാർത്ഥം അംഗീകരിച്ചാൽ ജീവിത വ്യാപാരം തുടർന്നു കൊണ്ടുവന്ന മനുഷ്യനിൽ ഞങ്ങളുടെ പാപ്പരത്വം പൂർണ്ണമാവും. സോ ദാറ്റ് മദ്യം നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ സ്വയം പര്യാപ്തയും അതിനെ മദ്യത്തെ പ്രതികരിക്കാനുള്ള ഇച്ഛാശക്തിയും ഊറ്റിയെടുക്കുന്നു. അപ്പൊ ഇവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇച്ഛാശക്തി എന്നുള്ളൊരു കാര്യമേ ഇല്ല. നോ ഇച്ഛാശക്തി. ഓക്കെ, അടുത്ത പാരഗ്രാഫിൽ വന്നു. പക്ഷെ എയിൽ പ്രവേശിക്കുന്നതോട് ഞങ്ങൾ ഈ പരിപൂർണ നാണക്കേട് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണുന്നു. പരിപൂർണ പരാജയത്തിലൂടെ മാത്രമേ കരുത്തിലേക്കും മുക്തിയിലേക്കുമുള്ള ആദ്യ പടവുകൾ കയറാൻ ഞങ്ങൾ കഴിയുമെന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മുടെ സ്വകാര്യ ശക്തികളുടെ സമ്മതം ആത്യന്തികമായ സന്തുഷ്ടം ഉദ്ദേശ ലക്ഷ്യമായി നിറഞ്ഞതായ ജീവിതങ്ങൾ കെട്ടിപ്പടുത്തുന്ന ആവശ്യ ഉറച്ച അടിത്തറയമർന്നു. ഇതാണ് നമ്മളുടെ ഒരു എന്താ പറയുന്ന വലിയൊരു പാരഡോക്സ്. എന്താ പറയുന്നത്, പരാജയപ്പെടുന്നവൻ വിജയിക്കുക. ഇതാണ് നമ്മുടെ ഒരു തത്വമാണിത്. വി അഡ്മിറ്റഡ് ഡിഫീറ്റ് ദെൻ ഐ ബിക്കേം എ സക്സസ്. കാരണം ഈ രീതിയിൽ 100% പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരാൾ കുടിക്കില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എനിക്കിന്ന് പറയാൻ പറ്റും, ഐ എം എ 100% സക്സസ്. ബിക്കോസ് കാരണം എന്തുകൊണ്ടാ, ഇന്നത്തെ ദിവസം എന്റെ മനസ്സിലേക്ക് മദ്യം എന്നുള്ള ഒരു ചിന്ത പോലും വന്നിട്ടില്ല. വെള്ളം അടിക്കണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ സമയം വരെ തോന്നിയിട്ടില്ല. ഇന്നത്തെ ദിവസം എനിക്കൊരു ഉറപ്പുണ്ട്, ലോകത്തിലെ ഏത് ശക്തി വിചാരിച്ചാലും എന്നെ കുടിപ്പിക്കാനും പറ്റുമെന്ന് പറയാം. ഞാനിന്ന് ഇത് 3ാമത്തെ മീറ്റിംഗ് ആണ്. എന്റെ ഹോം ഗ്രൂപ്പിൽ രാവിലെ വൈകുന്നേരം 2 മീറ്റിംഗ് ഉണ്ട്. ഞാനൊരു മുംബൈ ബേസ്ഡ് മീറ്റിംഗ് ആണ് ചെയ്യുന്നത്. എന്റെ ഹോം ഗ്രൂപ്പ് 2 മീറ്റിംഗ് അവിടെ ചെയ്തു. ഇപ്പൊ നിങ്ങളോട് 3ാമത്തെ മീറ്റിംഗ്. ഐ എം ക്വൈറ്റ് ഷുവർ. ഇന്ന് ഞാൻ ദൈവസന്നിധിയിലായിരുന്നു കുറെ സമയം. ഞാനിന്ന് പ്രാർത്ഥിച്ചു. ഞാനിന്ന് ബുക്ക് സ്റ്റഡി ചെയ്ത് കുറച്ചു നേരം. ഡെയിലി റിഫ്ലക്ഷൻസ് ഞാൻ വായിച്ചു. 2-3 പേരോട് സംസാരിച്ചു. ഞാൻ വിളിച്ച് സംസാരിച്ചു, എന്നെ വിളിച്ച് സംസാരിച്ചവരുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഒരു ശക്തിക്ക് ഇന്നത്തെ ദിവസം എന്നെ മദ്യപിക്കാൻ, വെള്ളമടിപ്പിക്കാൻ കഴിയില്ല വിചാരിച്ചാൽ. സോ ഇവിടെ ഈ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ, പരിപൂർണ പരാജയത്തിൽ കൂടി നമ്മൾ വിജയത്തിന്റെ പടവുകൾ നമുക്ക് കടന്നു പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതിന് ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ. ആ രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ എന്താ പറയുന്ന ആ വാക്ക് എത്ര നല്ല, നമുക്ക് നമ്മുടെ സ്വകാര്യ ശക്തിഹീനയുടെ സമ്മതം ആത്യന്തികമായി സന്തുഷ്ടവും ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറഞ്ഞതുമായ ജീവിതങ്ങൾ കെട്ടിപ്പടുത്തുന്ന വെച്ചാൽ ഉറച്ച അടിത്തറയായി മാറുന്നു. ദ ഹോണസ്റ്റി, സത്യസന്ധത, പരിപൂർണ പരാജയത്തിന്റെ സമ്മതം. ഐ ഹോണസ്റ്റ്ലി അഡ്മിറ്റഡ് ഐ ആം പവർലെസ് ഓർ ആൽക്കഹോൾ. അത് നമ്മുടെ ഫൗണ്ടേഷൻ വിജയകരമായിട്ടുള്ളൊരു യാത്രയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. സോ ഇത് നല്ലൊരു വാക്കുകളാണ്. നിങ്ങൾ ബുക്കിലൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്ത എയിൽ ചേരുന്ന ഏതൊരു മദ്യപാനിയും അയാൾ ആദ്യം തന്റെ നശീകരണ ദൗർബല്യത്തെ അതിന്റെ പരിണിത ഫലങ്ങൾ അംഗീകരിക്കാത്തിടത്തോളം അയാൾക്ക് ഒരു നന്മയും കരുതുന്നില്ല എന്നും നമുക്കറിയാം. സോ എയിൽ വന്നിട്ട് പലപ്പോഴും ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, വന്നിട്ട് ഇപ്പൊ 4-5 വർഷമായി, പക്ഷെ പല പ്രാവശ്യം കുടിച്ചു, പല പ്രാവശ്യം വന്നു, പിന്നെ ട്രീറ്റ്മെന്റിന് പോയി, അവിടെ കിടന്നു, പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി വീണ്ടും കുടിച്ചു, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറയും. ഒറ്റ കാര്യമുള്ളൂ, ഇറ്റ്സ് ഓൺലി വൺ റീസൺ.
ഞാൻ അംഗീകരിച്ചിട്ടില്ല. I didn't admit I am powerless or alcohol. ഈ സത്യത്തെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല. ഇനി ഏതെങ്കിലും കാരണവശാലും നിന്നു വിചാരിക്കും, കുടിക്കാതെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യാത്ര സുഗമമാവില്ല, അധികം നാൾ പോവുകയില്ല. സോ എന്തിനാ ഒരു പരീക്ഷണത്തിന് പോകുന്നത്? റിക്കവറിയിലുള്ള ആളുകളിലേക്ക് നോക്കുക, മനസ്സിലായില്ല? റിലാപ്സിൽ കിടക്കുന്ന ആളുകളിലേക്ക് അവരെ സഹായിക്കാനായിട്ടുള്ളൊരു ഒരു ശക്തി എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. രണ്ടു കാര്യം ചെയ്താൽ മതി. സോ നമ്മൾ പറയാറില്ലേ, സ്റ്റിക്ക് ടു ദ വിന്നേഴ്സ്. അതിന് നമ്മുടെ ഉള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് അതിനുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഞാൻ 1 വർഷം സോബറായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിൽ വരുന്നത് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷത്തിന് ശേഷമായിട്ടാണ് ഞാൻ കേരളത്തിൽ വരുന്നത്. 1 വർഷം സോബറേറ്റി ഉള്ളതുകൊണ്ടേ വന്നത്. എന്നാ ഇവിടെ വെച്ചിട്ട് യാദൃശ്യമായിട്ട് ഞാനൊരു ഇവിടുത്തെ കേരളത്തിലൊരു സീനിയർ ആയിട്ടുള്ളൊരു അംഗത്തെ കണ്ടുപിടിച്ചു. ഞാനും അദ്ദേഹമായിട്ട് ആദ്യത്തെ ഒരു പരിചയപ്പെടുത്തി തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു അലോരസത്തിൽ കൂടി പരിചയപ്പെടുന്നെങ്കിലും പിന്നീട് ഞാൻ തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ കുറിച്ച് പലതും കേൾക്കാനും കുറെ തന്നെ എനിക്കാണെങ്കിൽ മലയാളം കുറച്ചുകൂടെ കൺവീനിയന്റ് ആണല്ലോ. ഇവിടെ അന്ന് ഇംഗ്ലീഷും ഇപ്പൊ വലിയ കുഴപ്പമില്ലെങ്കിൽ അന്നൊക്കെ ഇംഗ്ലീഷ് ഇതൊക്കെ ഹിന്ദി കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇംഗ്ലീഷ് ഒന്നും അത്ര ആയിട്ടൊന്നായിരുന്നില്ല. അന്ന് മലയാളത്തിൽ ബുക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അന്ന് മലയാളത്തിൽ ഒരു ബുക്കിലായിരുന്ന കാലത്താണ് ഞാൻ ആന്റിക റിക്കവറി വരുന്നത്. ആ ബുക്ക് കിട്ടി എന്നിട്ടും ഒന്ന് പഠിക്കണം എന്നുള്ളൊരു ഇദ്ദേഹത്തെ പിടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിനെ പിന്നീട് സമീപിച്ച അദ്ദേഹം വഴിയാണ് ഞാൻ ഈ ബിഗ് ബുക്കിലെ സ്റ്റഡി, അത് പുള്ളി കർക്കശ്യം ഉണ്ടായിരുന്നു പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അല്ലെങ്കിൽ പുള്ളി താല്പര്യം ഉണ്ടാകുന്നില്ല, ഹോണസ്റ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ തുടക്കം മുതൽ നല്ലൊരു തുടക്കം എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടി. അതുകൊണ്ട് ഒത്തിരി പ്രയോജനം ഉണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറയാനിരിക്കുന്നത്. സോ ഇതിനെ അംഗീകരിക്കാത്തിടത്തോളം അയാൾക്കൊരു നന്മയും കരുതുന്നില്ല നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ വളരെ ലാഘവത്തോടു കൂടി ഈ പടിയെടുക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ദിവസം മതി ധാരാളം. മനസ്സിലാക്കിയിരിക്കും നല്ലൊരു സ്പോൺസറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം, അല്ലെങ്കിൽ 1 മാസം എടുത്തോ. എൻ്റെ ഒന്നും ആവശ്യമില്ല. വിൽസൺ ആശുപത്രി കിടന്നുകൊണ്ടാണ് അദ്ദേഹം സറണ്ടർ ചെയ്യുന്നത്. ആശുപത്രി കിടക്കയിൽ അതൊരു ദൈവികമായിട്ടുള്ള ഇടപെടലായിരുന്നു, വിചാരിച്ച ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ആയിരുന്നു. അങ്ങനെ ഒരു അനുഭവം വേറെ ആർക്കും ഇല്ല. നമുക്ക് ഒരാഴ്ച പോരെ, 1 മാസം പോരെ. പിന്നെ എന്തിനാ പരീക്ഷണത്തിന് പോയിട്ട് വീണ്ടും റിലാപ്സ് ആവേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ മീറ്റിംഗിലേക്ക്, കൂട്ടായ്മയിലേക്ക് നമ്മളെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരുടെയും കഴിവുണ്ടല്ല മിസ്റ്റർ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്തിനാ ദൈവാനുഗ്രഹത്തിന്റെ നേരെ മോഹം തിരിഞ്ഞെടുക്കണം? അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഹ്യൂജ് പ്രൈസ്. ആൽക്കഹോളിക്ക് മാത്രമല്ല, അയൽദേഹമായിട്ട് ബന്ധപ്പെടുന്ന എത്ര പേരുണ്ട്, അവരൊക്കെ അതിന് വില കൊടുക്കേണ്ടി വരും. വെള്ളം അടിക്കുന്നത് ഞാനാണ്. എന്റെ അമ്മച്ചിയാണ് കണ്ണീരൊഴുക്കിയത് വർഷങ്ങളോളം. 3 വർഷം എന്റെ അമ്മയെ ഞാൻ കാണാൻ വന്നില്ല. ഒരു മോനേ ഉള്ളൂ. വെള്ളം അടിച്ചത് ഞാനാണ്. കണ്ണീരൊഴുക്കിയത് വേറെ എന്റെ സിസ്റ്ററാണ്, എന്റെ മദറാണ്. അപ്പത്തെ കണ്ണീരൊന്ന് ഒഴുക്കിയിട്ടുണ്ടാവും, അറിയത്തില്ല. അതിലും വേദനിച്ചിട്ടുണ്ടാവാൻ വഴിയുണ്ട്. മുപ്പല്ല ഒത്തിരി ശോകം പുള്ളി പിന്നെ വെള്ളം അടിക്കുന്ന ആള് വരും. സോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുക ഇതിനെ കുറിച്ച്. പിന്നെ എന്ത് കാര്യത്തിനാണ്? ജസ്റ്റ് അഡ്മിറ്റ്, ഗോഡ് പ്ലീസ് ഹെൽപ്പ്. 3 വാക്ക് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ് പ്ലീസ് ഹെൽപ്പ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദൈവമേ എന്നെ സഹായിക്കണം. അത് തന്നെ 3 വാക്ക് തന്നെ. ഇത്രയേ ഉള്ളൂ. വി ആർ ഇൻ ദ പ്രോഗ്രാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നമ്മളുടേതായിട്ടുള്ള സ്വയമായുള്ള അറിവിനെയൊക്കെ നമ്മൾ പുറത്തു വെക്കണം. ഐ നോ എവരിത്തിങ്. എന്നെ ആരും അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. തമ്പിച്ചാട്ടൻ വല്ലതൊക്കെ പറഞ്ഞിട്ട് പോകും, അദ്ദേഹത്തിന് ഇതാണ് അത് പറഞ്ഞാൽ അത് തന്നെ. ആ ഒരു ഇത് കാരണം അത് നമ്മളുടെ ആരും കുഴപ്പമില്ല, നമ്മുടെ മദ്യമാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളുടെ മനസ്സിൽ ആഗ്രഹം വെച്ചിടുന്ന ആ ചിന്തയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ജസ്റ്റ് ഇത്ര നമ്മളോട് പറയുന്നുള്ളൂ, ജസ്റ്റ് അഡ്മിറ്റ് ദ ഡിഫീറ്റ്. കാരണം എന്റെ കൂടെ നിന്ന് പറയുന്ന ആളും ഈ പരാജയം സമ്മതിച്ച ആളാണ്, അല്ലാതെ എന്നോട് ഉപദേശിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ ആരും ഉപദേശിക്കുന്നില്ലല്ലോ, എല്ലാവരും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിന് വളരെ അത് ചെയ്തില്ല എങ്കിൽ ഈ അംഗീകരിക്കാത്തതുള്ള നമുക്ക് ഒരു നന്മയും കരുതില്ല. നമുക്കറിയാം അയാൾ ഇപ്രകാരം വിനയാന്യതനാവാതെ അയാളുടെ സുബോധാവസ്ഥ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് അപകടാവസ്ഥയിലായിരിക്കും. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ വിനയാന്യത, ഈ സ്റ്റെപ്പ് 1 റിസൾട്ട് എന്ന് പറഞ്ഞാൽ ടു ബിക്കം ഹംബിൾ.
വിനയത്തിന്റെ ഭാവം അല്ലേ? നമ്മളെന്താണ് എല്ലായിടത്തും നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ആളുകളാണ് അല്ലേ? ആരെങ്കിലും നമ്മൾ ജാബിച്ച് പയൽവാൻ എന്നുള്ള രീതിയിലല്ല നമ്മളെല്ലാം ജീവിക്കുന്നത്. അവിടെ ആരുടെ വിനയം, നമുക്ക് ആവശ്യമുള്ളിടത്ത് വിനയം ഉപയോഗിക്കുക, അല്ലാത്തടത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള തന്റേടിയായിട്ടില്ലേ? എല്ലാ മദ്യപാനികളും തന്റേടികളല്ലേ? ആരാം വലിയൊരു മോശക്കാരുണ്ട്, ഒന്നിനൊന്നിനും മെച്ചം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിനയാന്യതനാവാതെ, അതുകൊണ്ട് ഒന്നാമത്തെ പടിയുടെ ഇപ്പോൾ ഈ വാക്ക് വീണ്ടും ഒരു ഒന്നാമത്തെ പടിയില് വിനയഭാവം, അഡ്മിറ്റിംഗ് ഡിഫീറ്റ്, പരാജയം സമ്മതിക്കുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് വിനയം എന്നൊരു ഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു നല്ലൊരു വാക്കാണത്, വിനയം. നമുക്ക് ഇല്ലാതെ മദ്യപാനികൾക്കാർക്ക് വിനയമുള്ള. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ സന്തോഷം അയാൾ ഒരിക്കലും കണ്ടെത്തുകയില്ല. ജീവിതത്തിന്റെ വസ്തുക്കളൊന്നാണിത്. വിപുലമായ ഒരു അനുഭവത്തിൽ സംശയലേശമന്യേ തെളിയിക്കപ്പെട്ടുള്ളതാണ്. നമ്മൾ ആദ്യം പരിപൂർണ പരാജയം സമ്മതിക്കാത്തിടത്തോളം സ്ഥായിയായ കരുത്ത് നമുക്ക് കണ്ടെത്താനാവില്ല എന്ന തത്വമാണ് നമ്മുടെ കൂട്ടായ്മയുടെ തായ്വേര്. എത്ര വലിയ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ? മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അത് വാക്ക് എന്താ? ഇംഗ്ലീഷിൽ സ്ട്രോങ് വാക്കായിരിക്കും. യെസ്, the principle that we shall find no enduring strength until we first admit complete defeat in the main taproot from which our whole society has sprung and flowered. Our whole society, ഈ കൂട്ടായ്മയിലെ ഏറ്റവും വലിയ തായ്വേര് പരിപൂർണ പരാജയം സമ്മതിക്കുക. അത് സമ്മതിക്കാത്തിടത്തോളം കാലം നമുക്ക് ഒരു കരുത്തും കണ്ടെത്താനാവില്ല. അപ്പൊ ഇതിലൂന്നിയാണ് നമ്മുടെ ആ ഹോണസ്റ്റ് ഡിസയർ, ഹോണസ്റ്റി. അതാണ് അവിടെ നമ്മുടെ HOW എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ചേർത്തില്ല. ഹോണസ്റ്റ്. ആ സമൂഹം, നമ്മുടെ മുഴുവൻ സമൂഹവും വളർന്നതും പൂവിട്ടതും റിസൾട്ട് ഉണ്ടായി. വളരെ മാത്രമല്ല, ഇത് പൂവിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പുഷ്പങ്ങളാണ് ആൽക്കോളിക്സ് അനോണിമസിൽ. വി ആർ ദ റിസൾട്ട്സ്. അതിന്റെ ഇടയ്ക്ക് പിന്നെ നമ്മള് എന്തിനു വൈ ഷുഡ് വി ടേക്ക് ഒരു ടെസ്റ്റിന് പോകേണ്ട ആവശ്യമുണ്ടോ? ഒരു പരീക്ഷണത്തിന് പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ജീവിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അഡ്മിറ്റിംഗ് ദ കംപ്ലീറ്റ് ഡിഫീറ്റ്, 100% ഡിഫീറ്റ്, ദാറ്റ് ഈസ് ദ ടാപ്പ് റൂട്ട്. അതിൽ കൂടിയാണ് നമ്മൾ ഈ ഫെലോഷിപ്പ് എന്ന ലോകമെമ്പാടും വളർന്നിരിക്കുന്നതും അതിലൊരു കുഞ്ഞു പോവാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. എത്ര പോസിറ്റ് നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കണം. അപ്പൊ എത്ര സന്തോഷം തരുന്നൊരു കാര്യം അല്ലേ? അടുത്ത ഒരു പാരഗ്രാഫ് എടുക്കാം നമുക്ക്. പരാജയം അംഗീകരിക്കാൻ ആദ്യം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ഭൂരിഭാഗം പേരും പ്രതിഷേധിച്ചു. ഞങ്ങൾ സമീപിച്ച ആത്മവിശ്വാസം പഠിക്കപ്പെടുമെന്ന് പ്രതീക്ഷയിലാണ്. ശരി, പല ആളുകൾക്കും പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമാണ് ഈ സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ്, വിൽ പവർ, ഇതൊക്കെയാണ് ൽ കിട്ടുന്നത് എന്നുള്ളൊരു ധാരണയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞങ്ങൾ സംബന്ധിച്ച് ആത്മവിശ്വാസം പഠിപ്പിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മദ്യത്തെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം ഒട്ടും നല്ലതല്ല എന്നും സത്യത്തിൽ അതൊരു പരിപൂർണ ബാധ്യതയുമാണെന്നാണ്. ഇത് വലിയൊരു മെസ്സേജാണ്. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് വിൽ പവർ, ഇത് ഉപയോഗിച്ചിട്ട് ആരും വിചാരിക്കണ്ട മദ്യത്തിന് മുമ്പിൽ ഒരു സെൽഫ് കോൺഫിഡൻസും ഇല്ല. പരീക്ഷിച്ച് നോക്കിയോ എന്താണ് ഒരു റിലാപ്സ്. വിൽ പവർ ഉപയോഗിച്ച് ഞാൻ പിടിച്ചു നിർത്താന്ന് വിചാരിച്ചിട്ട് നീ എത്ര ദിവസം പിടിച്ചു നിർത്താൻ പറ്റും? നോ, പിടിച്ചു നിർത്താൻ പറ്റും നീ ഒറ്റ കാര്യം, അഡ്മിറ്റിംഗ് ദ ഡിഫീറ്റ് ദാറ്റ് ഐ ആം പവർലെസ് ഫോർ ആൽക്കഹോൾ. പിടിച്ചു നിർത്താൻ പറ്റും. മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ, എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും. കാരണം ഇവിടെ ഐ എം അഡ്മിറ്റിംഗ് ഈ ഡിഫീറ്റ് ആരുടെ മുമ്പിലാണ്? എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഐ എം ദൈവത്തിന് മുമ്പിൽ തന്നെയാണ്, ഒരു ശക്തിയുടെ മുമ്പിലാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വിടുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ കെയിം ടു ബിലീവ് ദാറ്റ് എ പവർ ഗ്രേറ്റർ ദാൻ ourselves could restore us to sanity. അവിടെ ഗോഡ് എന്ന് പോലും പറയുന്നില്ല, പവർ ഗ്രേറ്റർ ദാൻ ourselves. എന്തിനായി വിളിച്ചു കളിക്കുന്നത്? നേരെ നമുക്ക് പോകാലോ. പോരാത്തിന് നമ്മൾ ഭാരതത്തിലെ ഇന്ത്യക്കാരായിട്ട് നമുക്ക് എത്ര വലിയൊരു ഇതല്ലേ, നമ്മൾ എത്ര വലിയൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്, എത്ര ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ
സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഇതുള്ള നമുക്ക് അവകാശപ്പെട്ടതാണ്. എന്തിനാ വളഞ്ഞു ചുറ്റി പിടിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ആത്മവിശ്വാസം ഒട്ടും നല്ലതല്ല, സത്യത്തിൽ അതൊരു പരിപൂർണ ബാധ്യതയുമാണ്. ആ ആത്മവിശ്വാസത്തെ പരിപോഷിക്കുന്ന ജീവിതകാലം മുഴുവൻ ഒരു പരാജയയിലാണെങ്കിൽ അത് പരാജയമായിട്ട് മാറും. ടോട്ടൽ സറണ്ടർ. മനുഷ്യന്റെ എത്ര തന്നെ ഇച്ഛാശക്തി കൊണ്ടും തകർക്കാനാവാത്ത അദൃശ്യമായ ഒരു മാനസിക ഒഴിവാതിയുടെ ഇരകളാണ് ഞങ്ങളെന്ന് നമ്മുടെ സ്പോൺസർമാർ പ്രഖ്യാപിച്ചു. പരസഹായം ഇല്ലാതെ ഇച്ഛയാൽ പ്രേരണകൾ വ്യക്തിപരമായി കീഴടക്കാമെന്ന സംഗതി ഇല്ലെന്നാണ് അവർ പറയുന്നത്. സോ സ്പോൺസറും പറയുന്നത് എന്താണ് നമ്മളോട് പറഞ്ഞു? ഇതൊക്കെ തന്നെയാണ്. കാരണം അദ്ദേഹം തന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഈ ആത്മവിശ്വാസവും വിൽ പവറും ഒക്കെ ഞാൻ പരീക്ഷിച്ചു നോക്കിയാണ്, പല രീതിയിലുള്ള അനുഭവങ്ങളും അദ്ദേഹം പറയും. അപ്പൊ പിന്നെ നമുക്ക് അവിടെ വേറെ ഒരു തർക്കിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അനുഭവസ്ഥരാണ്. അതാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ്. ഇവിടെ ഒരു ഡോക്ടർ അഭിപ്രായം അല്ല അവർ പറയുന്നത്. ഡോക്ടർ അഭിപ്രായം ചില ഡോക്ടർമാർ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ വെള്ളമടിച്ചിട്ട് നമ്മുടെ നട്ടല്ലിക്കൂടെ അവിടെ നിന്നൊക്കെ ഏതാണ്ട് കയറിയിട്ട് ബ്രെയിൻ്റെ അകത്ത് ഏതൊരു ലിക്വിഡ് ഫോം ചെയ്യുക. ആ ലിക്വിഡ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്തോ ചിന്തകളുണ്ടാവും. മണ്ണാങ്കെട്ട. ഇത് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. സീത ഞാൻ അടിക്കാൻ തുടങ്ങിയ ഒരു പൈൻ്റെ ഒന്നിച്ച് അടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ബാറിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വാട്ടർ കൊണ്ടടിക്കും. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വെളിവുണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. ഇത് തലച്ചോറിനകത്തോ ബ്രെയിനകത്തോ ഹൃദയത്തിന്റെ അകത്തോ ഇതൊന്നും ഡസൻറ്റ് മാറ്റേഴ്സ്. വൺസ് ഐ സ്റ്റാർട്ടഡ് ഐ കനോട്ട് സ്റ്റോപ്പ്. ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ എന്നെ സമയം എന്റെ ഇത് പേഴ്സണൽ ആട്ടോ. നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കേൾക്കുന്നതിനും ഞാൻ പറയത്തൊന്നുമില്ല. ഏതെങ്കിലും ചിലർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ബുക്കും പറയുന്നുണ്ടല്ലോ, ദേ ഷുഡ് കൺസൾട്ട് ഡോക്ടേഴ്സ്. നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ ലോകത്തില്. മദ്യത്തിന്റെ കാര്യത്തിൽ ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഫോർ ആൽക്കഹോൾ, മറ്റ് മെന്റൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളോ ഡിപ്രഷനോ അല്ലെങ്കിൽ ആങ്സൈറ്റി അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഡോക്ടേഴ്സിനെ പോയി കണ്ടിരിക്കണം. അതിനൊന്നും എതിര് പറയുന്നില്ല, ഞാനെതിര് പറയുന്നില്ല. ഈവൺ എനിക്ക് തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സിക്നെസ് ഉണ്ടായിരുന്നു. ഒരു 2 വർഷമൊക്കെ സോപ്പറേറ്റ് ചെയ്യാവുള്ളത്. ഞാനൊരു എറണാകുളത്ത് നാട്ടിൽ വന്നിട്ട് എറണാകുളത്ത് എൻ്റെ സ്പോൺസർ പറഞ്ഞിട്ട് അവിടെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു 3-4 സെഷനിൽ ഇരുന്ന് സംസാരിച്ച് എനിക്കതൊന്ന് ഓവർകം ചെയ്യാനും പറ്റി. അതൊക്കെ ചെയ്യണം. പക്ഷെ ഈ ടെക്നിക്കലി ചില ആൾക്കാർ പറയുന്നത് നമുക്ക് എനിക്ക് അതിനൊന്നും അതുകൊട്ടെ, അത് വിട്ടേക്കാം. ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല. സോ അതുകൊണ്ട് ഈ സ്പോൺസർ പ്രഖ്യാപിച്ചപ്പോ നമുക്ക് വളരെ കാര്യം, പരസഹായമില്ലാതെ ഇച്ഛയാൽ പ്രേരണകൾ വ്യക്തിപരമായി കീഴ്പ്പെടുന്ന സംഗതി ഇല്ലെന്നാണ് അവർ പറയുന്നത്. അത് സത്യവുമാണ്. നമ്മുടെ ദുരിതാവസ്ഥ വിട്ടുവീഴ്ചയില്ലാത്ത വിധം ഗഹനമാക്കിക്കൊണ്ട് മദ്യത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെ പറ്റി നമ്മുടെ സ്പോൺസർമാർ പറഞ്ഞത് അതൊരു അലർജിയാണെന്നുള്ളതാണ്. ഇതൊരു അലർജിയാണെന്നാണ് പറയുന്നത്. പലപ്പോഴും ചിലപ്പോൾ ഈ അലർജി എന്നുള്ള വാക്കിനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ചൊറിച്ചിലോ ഇതൊന്നുമല്ല. ഞാൻ വെള്ളമടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുള്ള ഒരു വ്യക്തികൾ, ഇപ്പൊ ഞാനും ഒരു കാലത്ത് ഒരു സാധാരണ മദ്യപാനിയായിരുന്നു. ആൽക്കഹോളിസം എന്ന രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? ഒരു അബ്നോർമൽ റിയാക്ഷൻ. അതാണ് അലർജി. ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർ കുടിച്ചു കഴിഞ്ഞാൽ 2 അടിച്ചോ 3 അടിച്ചോ വർത്താനം പറഞ്ഞൊരു നമ്മുടെ അച്ചാറും തൊട്ട് നോക്കിക്കൊണ്ട് പൈസ കൊടുത്തിട്ട് ബാറിൽ നിന്ന് ഇറങ്ങിപ്പോകും. വീട്ടിലിരുന്ന് കഴിക്കുകയാണെങ്കിലും 2 അടിച്ച പിള്ളേർ 8 വർത്താനം പറഞ്ഞ് 2 അടിച്ച് ചിലപ്പോൾ ഡൈനിങ് ടേബിളിൽ കഴിക്കും. എന്തെങ്കിലും വൈഫ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അല്ലെങ്കിൽ വൈഫ് അന്ന് ഇത്ര മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ആരെങ്കിലും വെള്ളം അടിച്ചു പൊട്ടിക്കുമ്പോൾ ഭാര്യ മുമ്പിൽ നിന്ന് കുപ്പി എടുത്ത് ചോദിച്ചാൽ എന്തായിരിക്കും ആ വീട്ടിലെ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? വി ബിഹേവ് അബ്നോർമലി. കാരണം എൻ്റെ ഉള്ളിൽ ഓൾറെഡി 3-4 പെഗ്ഗാ ചെന്നിട്ടുള്ളൂ. എനിക്കത് പോരാ. ദാറ്റ് ഈസ് ദ അലർജി. കാരണം മദ്യം എന്ന ഏകാധിപതി നമ്മളുടെ മുകളിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പിടിച്ചിരിക്കുന്നു. തുടർച്ചയായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മെ തള്ളിവിട്ട അബോധമായ പ്രേരണയാൽ ആദ്യവും പ്രസ്തുത പ്രക്രിയയിൽ ആത്യന്തികമായി ഞങ്ങൾ സ്വയം നശിപ്പിക്കണമെന്നും ഉറപ്പാക്കിയ ശരീരത്തിന്റെ അലർജിയാൽ, എഗൈൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ഫിസിക്കൽ അലർജി. രോഗത്തിന്റെ ലക്ഷണത്തിന്റെ ഒന്നാമത്തെ കാര്യം പറയുന്നല്ലേ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ. ഇതാണുള്ള 3 ലക്ഷണങ്ങൾ. അപ്പൊ ഫിസിക്കൽ ശരീരത്തിന്റെ അതേ പിന്നീട് ഞങ്ങൾ അടിച്ചു വീഴ്ത്തപ്പെട്ടു. ഒറ്റയ്ക്ക് പോരാടി വിജയിച്ചാൽ വളരെ ചുരുക്കമാണ്. സ്വന്തം ശക്തി സ്രോതസ്സുകളിൽ ഉള്ള മദ്യപാനികൾ വിടുതൽ പ്രാപിച്ചിട്ടില്ല എന്നത് സ്ഥിതി വിവരമായ ഒരു വസ്തുതയാണ്. ഇത് വായിച്ച് വാക്കുകൾ മനസ്സിലാക്കണം. സ്വന്തം ശക്തി സ്രോതസ്സുകളാൽ മദ്യപാനികൾ വിടുതൽ പ്രാപിച്ചിട്ടില്ല എന്നത് സ്ഥിതി വിവരമായ ഒരു വസ്തുതയാണ്. മനുഷ്യനാദ്യമായി മുന്തിരിങ്ങ വാറ്റിയ നാളുകൾ
ഇത് വ്യക്തമായി ശരിയാണ് താനും. അപ്പൊ പുരാതന മുന്തിരിങ്ങ വയറ്റ് എന്ന് പറഞ്ഞാൽ പുരാതന ആദ്യകാലത്ത് മുന്തിരിങ്ങ വെട്ടിപ്പിഴിഞ്ഞ് കുടിച്ചപ്പോ പോലാണല്ലോ വൈൻ ഉണ്ടായെന്നൊക്കെ ആണല്ലോ. അത് തുടങ്ങിയ കാലം മുതൽ ഈ ഒരു വസ്തുത, ഈ സാധനത്തിന്റെ ആൽക്കഹോളിന്റെ എഫക്റ്റ് മദ്യപാനികളെ അത്രയ്ക്ക് അടിമത്തത്തിലേക്ക് കൊണ്ടുവരികയും. അപ്പൊ ഈ ഒരു കാര്യം, ഈ പാരഗ്രാഫ് ഒക്കെ നിങ്ങൾ ഈ അടുത്ത ആഴ്ചത്തേക്ക് വരുമ്പോൾ ഇതിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് അടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ പ്രയോജനപ്പെടും. അടുത്ത ഒരു 1.5 പേജ് കൂടെ ഉള്ളൂ. അടുത്ത ആഴ്ചയിൽ തീർക്കുകയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് അടുത്ത ആഴ്ച നോക്കാം. അപ്പൊ ഇന്ന് അതിനോട് നിർത്താണ്. 10, 15, 13 മിനിറ്റുകളൊക്കെ കാണായിരിക്കും. നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. ചോദ്യങ്ങളായിക്കോട്ടെ. മദ്യത്തിന്റെ മുമ്പിലുള്ള ഒന്നാമത്തെ പടിയെ കുറിച്ചുള്ള ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ റിക്കവറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയാണിത്. 4ാമത്തെ പടിയിൽ പറയേണ്ട ഈ പ്രധാനപ്പെട്ട ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ കുടിക്കും പറഞ്ഞാൽ 5ാമത്തെ പടി പറയുന്നുണ്ട് ഈ പടിയിൽ വെച്ചാണ് ദൈവാനുഭവം. പക്ഷെ ഹൗ ടു റീച്ച് ദർ, 4ാമത്തെ പടി വരെ എത്തണമെങ്കിൽ ഞാൻ 1ാമത്തെ പടി 100% ആയാൽ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു പടിയും ശരിയാവത്തില്ല. 1ാമത്തെ പടി 100% നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ഒരു പടി, അതുകൊണ്ടാണ് എന്തായാലും 3ാമത്തെ പടിയിൽ വരുമ്പോൾ വല്ലതും നിന്നുകൊണ്ട് 4ാമത്തെ പടിയിലേക്ക് പോകാൻ പറ്റാത്തത്. ഒറ്റ കാരണമുള്ളൂ, അവരുടെ 1ാമത്തെ പടി ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ഡെയിലി റിഫ്രഷനിലാണ് ഏതൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഈ പടികൾ നമ്മൾ ആ രീതിയിൽ ഇത് ഞാൻ പറഞ്ഞ ഒരു സമയം ഒന്നും വേണ്ട, നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് ഒരു നല്ലൊരു സ്പോൺസറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിട്ട് നമ്മളല്ലേ ചിന്തിക്കുന്നത്. ഇതിന് വേറെ ആരെങ്കിലും മാർക്ക് ഇടാനായിട്ട് താല്പര്യം ഇത് 100% ചെയ്തിട്ടൊന്നും ആരും ചോദിക്കാൻ പറ്റില്ല. സ്വയം ബോധ്യപ്പെടും. യെസ്, ഐ ഹോണസ്റ്റ്ലി അഡ്മിറ്റഡ് ഐ ആം പവർലെസ് ഓർ ആൽക്കഹോൾ. യെസ്, ഐ ഹോണസ്റ്റ്ലി അഡ്മിറ്റഡ് മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ. എനിക്കിത് മാനേജ് ചെയ്യാവുന്നുള്ളൂ, അത്ര പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ചാളൊക്കെ ഇങ്ങനെ നിൽക്കാതെ കഴിഞ്ഞിട്ട് വല്ലപ്പോഴും ഒരു നാണ്ടൻ അടിക്കാം, വേണമെങ്കിൽ നടിക്കാം, അന്നേരം നോക്കാം എന്നൊക്കെ പറയും. ആ രീതിയിലുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, ആ ഒരു ഡിസയറിൽ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പതനം ഉറപ്പാ, ഗ്യാരണ്ടി ഇടാം. സോ ഒരു പരീക്ഷണത്തിന് ഇനി നമ്മൾ പോകരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വന്ന എല്ലാവരോടും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഈ ശുഭദിനത്തിൽ ഇന്നത്തെ പുതുവത്സരത്തിന്റെ ഈ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. വി വിൽ കണ്ടിന്യൂ. താങ്ക് യു വെരി മച്ച്. തമ്പിച്ചേട്ടാ, താങ്ക് യു ഞങ്ങളോടൊപ്പം